ഹായ്, അരിത്മെറ്റിക് സീക്വൻസ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സമാന്തര ശ്രേണികൾ. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം സമ്മ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ്, തുക കാണുന്ന ക്വസ്റ്റ്യൻസ്. ഇവിടെയാണ് നമ്മൾ ഒന്ന് സ്റ്റെക്ക് ആവുക. അത് നേരെ സമ്മ് കാണുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്, അതിന് പുറമെ എങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരും. ഇത്ര ടേമിന്റെ സം എന്ന് പറഞ്ഞിട്ട് തരുന്ന ഓഡ് നമ്പറിൽ ഈവൻ നമ്പറിലൊക്കെ എണ്ണം തന്നിട്ട് സമ്മ് കാണുന്ന ക്വസ്റ്റ്യൻ ഇല്ലേ, ടേംസ് സം എന്ന് പറയുന്ന ആ ഭാഗം, പദങ്ങളും തുകകളും എന്ന് പറയുന്ന ഒരു ഭാഗമല്ലേ. ഇങ്ങനത്തെ വരുന്ന സമ്മിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ചെയ്യാണ്. പാറ്റേൺ ക്വസ്റ്റ്യൻ അടക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും നോക്കണ്ട, ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ട അരിത്മെറ്റിക് സീക്വൻസിലേക്ക് വേണ്ട സമ്മിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടും കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കാം മക്കളെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അധികം സമയം കളയണ്ട, വേഗം നോക്കിയോ. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്? ഏതാ സീക്വൻസ്? 5, 9, 13 എന്ന് പറയുന്ന അരിത്മെറ്റിക് സീക്വൻസിന്റെ 20 ടേമിന്റെ ആദ്യത്തെ 20 ടേം തന്നെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് 20 ടേം, ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണാൻ. എന്ന് വെച്ചാൽ ഒരു സമ്മിന്റെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് തന്നാൽ എങ്ങനെ ചെയ്യണം എന്നാണ് ഒന്നാമത്തെ നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത്. അതിന്റെ ബി ക്വസ്റ്റ്യൻ കണ്ടാൽ അറിയാം, കുറച്ചും കൂടി അടിപൊളിയാണ്. നോക്കാം. എ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് സമ്മ് കാണാൻ പറഞ്ഞു. നമ്മൾ എങ്ങനെ തുടങ്ങും? സമ്മിന്റെ ഇക്വേഷൻ എഴുതും. സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ഇക്വേഷൻ? SN is equal. ഒക്കെ പഠിച്ചായിരിക്കല്ലോ, ഇനി ഇത് അറിയാത്ത ആളുണ്ടാവില്ലല്ലോ. പഠിച്ചേക്കെ n/2 ഇൻറ്റു x1 പ്ലസ് xn, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേമോ, അതിന്റെ മുന്നിൽ ഒരു n/2. n എന്ന് പറഞ്ഞാൽ എത്ര ടേമിന്റെ സമ്മാണ്? ഇവിടെ എത്ര ടേമിന്റെ സമ്മ നമ്മൾ കണ്ടുപിടിക്കുന്നത്? 20 ടേമിന്റെ അല്ലേ. അപ്പൊ നമുക്ക് n is equal 20 എന്ന് കൊടുക്കാം. x1 എന്ന് പറഞ്ഞാൽ ആദ്യ പദം, ഫസ്റ്റ് ടേം. ഇവിടുത്തെ ഫസ്റ്റ് ടേം 5 ആണ്, 5. അപ്പൊ നമുക്ക് 5 കൊടുക്കാം. ഇനി ലാസ്റ്റ് ടേം ആണ് നമ്മളോട് തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ള ഒരാള്. അവസാനത്തെ ടേം നമ്മൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ 5, 9, 13 ആണോ ലാസ്റ്റ് ടേം? അങ്ങനെ 13 കൊടുത്ത് ചെയ്യൂല. എന്താ കാരണം? 20 ടേമിന്റെ സമ്മ് കാണാൻ പറഞ്ഞ മക്കളെ, 20ാമത്തെ ടേം ആണ് ലാസ്റ്റ് ടേം. 20 ടേമിന്റെ സമ്മ് കാണാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞ 20ാമത്തെ ടേം ആണ് നമ്മുടെ ലാസ്റ്റ് ടേം. അപ്പൊ 30 കാണാൻ പറഞ്ഞ 30ാമത്താണ് ലാസ്റ്റ് ടേം. അപ്പൊ ഇവിടുത്തെ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ x20 ആണ്, x20 ആണ്. 20ാമത്തെ ടേം നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ടേം എടുക്കുക. ഞാൻ ഫസ്റ്റ് ടേം എടുത്ത്. അപ്പൊ ഫസ്റ്റ് ടേമിനെ 20ൽ എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്ലസ് 19d ചെയ്താൽ മതി. ആദ്യ പദത്തിനോട് 19 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ അത് 20ാമത്തെ പദമായിട്ട് മാറും. അപ്പൊ നമ്മുടെ ആൻസർ 5 പ്ലസ് 19 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഇവിടെ 4 അല്ലേ. അപ്പൊ നമ്മൾ 4നെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. അപ്പൊ അത് 5 പ്ലസ് 76 എന്ന് കിട്ടും. എല്ലാം കൂടെ 81. ഇനി നിങ്ങൾ ഇവിടെ നമ്മുടെ ഇക്വേഷനിൽ കൊണ്ടുപോയി കൊടുത്താൽ n/2 n പകരം നമ്മൾ 20 കൊടുക്കുക. അപ്പൊ 20/2. x1 5 ആണ്, ലാസ്റ്റ് ടേം നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പൊ കണ്ടുപിടിച്ച 81 ആയിരിക്കും ലാസ്റ്റ് ടേം. കഴിഞ്ഞ ആൻസർ ആയില്ലേ? 20/2 എന്ന് പറഞ്ഞാൽ 10. അപ്പൊ 10 ഇൻറ്റു 81 പ്ലസ് 5 86, എല്ലാം കൂടെ 860. 860 എന്ന് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അപ്പൊ തെറ്റാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലം ഇതാണ്. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ അവർ എത്ര ടേമിന്റെ സമ്മാണോ നിങ്ങളോട് കാണാൻ പറയുന്നത്, ആ പൊസിഷനിലുള്ള ആളായിരിക്കും ലാസ്റ്റ് ടേം. ഓക്കെ ആണേ. ഇനി ഇതിന്റെ ബി ക്വസ്റ്റ്യൻ നല്ലപോലെ നോക്കിക്കോണേ. ബി ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇതേ സീക്വൻസ് 5, 9, 13 ഇതേ സീക്വൻസിന്റെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും കഴിഞ്ഞില്ല. ബീജഗണിത രൂപം 4n+3 ആയ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഒരു സീക്വൻസ് ഇത് തന്നെയാണ്, ഇതിന്റെ 20 ടേമിന്റെ സമ്മ്. അത് കഴിഞ്ഞാൽ അടുത്ത സീക്വൻസിന്റെ ജനറൽ ഫോം ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നുണ്ട്. എന്താ ജനറൽ ഫോം തന്നത്? xn is equal 4n+3 ആണ്. ഈ സീക്വൻസിന്റെ 20 ടേമിന്റെ ആദ്യത്തെ 20 ടേമിന്റെ സമ്മ്, ഈ രണ്ട് സമ്മിന്റെയും കൂടെ ഡിഫറൻസ് കാണാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ സീക്വൻസ് നമുക്കറിയാം 5, 9, 13 എക്സെട്ര. ഈ ജനറൽ ഫോം വരുന്ന സീക്വൻസുകൾ ഒന്ന് എഴുതി നോക്കടാ. ഇവിടുത്തെ ഫസ്റ്റ് ടേം എങ്ങനെയാ കണ്ടുപിടിക്കുക? n-ന് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടൂലേ? ആദ്യ പദം കിട്ടാൻ n-ന് 1 കൊടുത്താൽ മതി. അപ്പൊ 4 + 3 7 ആയിരിക്കും ഇവിടുത്തെ ഫസ്റ്റ് ടേം. n-ന് 2 കൊടുത്താൽ 4, 2, 8, 3 കൂടെ 11 ആയിരിക്കും ഇവിടുത്തെ സെക്കൻഡ് ടേം. ഇനി ഇവിടുത്തെ തേർഡ് ടേം എത്രയാ? 15 ആയിരിക്കും. ഇങ്ങനെയായിരിക്കും ഈ സീക്വൻസ് പോവാ. മക്കളെ, നിങ്ങളോട് പറയുന്നത് ഈ രണ്ട് സീക്വൻസിന്റെ 20 ടേമിന്റെ സമ്മിന്റെ ഡിഫറൻസ്, നിങ്ങൾ ആ സീക്വൻസ് ഒന്ന് നോക്ക്. 5ഉം 7ഉം തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 2. 9 11ലേക്ക് എത്രയാ? 2. 13 15ലേക്ക് എത്രയാ? 2. അപ്പൊ ഓരോ ടേമുകൾ തമ്മിലും കറക്റ്റ് പൊസിഷനിലുള്ള ഓരോ ടേംസ് തമ്മിലും 2, 2, 2 എന്നുള്ള ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ 20 ടേമിന്റെ സം എടുത്താൽ ഇങ്ങനെ 22 അല്ലേ ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാവുക.
അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ഒറ്റയടിക്ക് എഴുതി വെക്കണമെങ്കിൽ ഡിഫറൻസ് എത്രയായിരിക്കും? നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഡിഫറൻസ് ആയിട്ട് വരാൻ പോകുന്ന ആൻസർ എത്രയായിരിക്കും? ഓരോ ടേം തമ്മിൽ 2ന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ 20 ടേം വരുന്നുണ്ടെങ്കിൽ 20 ടൈംസ് 2ന്റെ ഡിഫറൻസ് വരും. എല്ലാം കൂടെ 40 ആയിരിക്കും നമ്മുടെ ആൻസർ. 40. ഇത്രയും സിമ്പിൾ ആക്കി ഇത് ചെയ്യാം. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം 20 ടേമിന്റെ സം ഓൾറെഡി കണ്ടില്ലേ, അതേപോലെ ഈ സീക്വൻസിന്റെയും 20 ടേമിന്റെ സം കാണാം. അപ്പൊ നിങ്ങൾക്ക് ആൻസർ 900 ആൻസർ കിട്ടും. ആ 900 നിന്ന് പഴയ 860 ഇല്ലേ, നേരത്തെ കണ്ടുപിടിച്ച 860 ഇല്ലേ, അതങ്ങോട്ട് കുറയ്ക്കുക. അപ്പൊ സമ്മ് തമ്മിൽ കുറച്ചാൽ ഈ 40 തന്നെ കിട്ടും കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്താൽ ഇത് എളുപ്പത്തിൽ ആൻസർ ആവും. ഇത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ രീതി ചെയ്യുക, കിട്ടും. സിമ്പിൾ അല്ലേ, കിട്ടും. ഇനി അഥവാ നിങ്ങൾക്ക് എക്സാം ഹോളിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, സമാന്തര ശ്രേണിയാണ് ചാപ്റ്റർ, പല രീതിയിൽ നമുക്ക് ആൻസറിൽ എത്തിക്കാൻ പറ്റും. കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാലും സാരല്ല, ഫുൾ മാർക്ക് എനിക്ക് കിട്ടിയാൽ മതി. അപ്പൊ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ആൻസറിൽ എത്തിക്കണം കേട്ടോ, ഒട്ടേച്ച് പോകരുതേ, സിമ്പിൾ ആക്കി ചെയ്യാൻ പറ്റും. സെറ്റാണേ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നേരെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതിന്റെ ഡീല് കുറച്ചൊരു ചേഞ്ച് കണ്ടത് കൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടത്. നല്ലോണം നോക്കിക്കോണേ, കുറച്ചൊക്കെ ഒരു ട്വിസ്റ്റ് വന്നാലും നമ്മൾ കുടുങ്ങി പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നോക്കിക്കോ ഈ ക്വസ്റ്റ്യൻ. Consider the arithmetic sequence 5, 7, 9. Common difference എത്രയാ? common difference എത്രയാ? 2. അതുപോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ, അതങ്ങ് തീർന്നു. റൈറ്റ് ഇറ്റ്സ് nth ടേം നാട്ടോ. എന്നാം പദം, nth ടേം, എന്നാം പദം. എന്താ ഈ സാധനം? നമ്മുടെ ജനറൽ ഫോം ആണ്. ജനറൽ ഫോം, ഓൾജിബ്രൈക് ഫോം, nth ടേം, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ xn ആണ് കണ്ടുപിടിക്കേണ്ടത്. dn പ്ലസ് f മൈനസ് d. മലയാളത്തിൽ നോക്കണേ, ബീജഗണിത രൂപം, പൊതുവായ രൂപം, എന്നാം പദം, ഇങ്ങനെയൊക്കെ പറയൂ കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? xn ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബി ക്വസ്റ്റ്യന്റെ ആൻസർ xn ഇസ് ഈക്വൽ dn പ്ലസ് f മൈനസ് d. ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇവിടുത്തെ ഡിയും എന്നും ഒക്കെ എത്രയാണ്? നമ്മുടെ സീക്വൻസ് എത്രയാ? 5, 7, 9 അല്ലേ സീക്വൻസ്. അപ്പൊ dn പൊതുവ്യത്യാസം എത്രയാണ്? പൊതുവ്യത്യാസം 2. അപ്പൊ 2n പ്ലസ് ഫസ്റ്റ് ടേം 5 ആണ്, 5 മൈനസ് 2 വരും. അപ്പൊ ഇത് 2n പ്ലസ് 3, 2n പ്ലസ് 3 ആൻസർ കിട്ടും കേട്ടോ. 2n പ്ലസ് 3. ഈ ഒരു സീക്വൻസിന്റെ ജനറൽ ഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഷോർട്ട് കട്ട് ഒക്കെ അറിയാലോ. എന്നിന്റെ കൂടെയുള്ള ആള്, എന്നിന്റെ കോഫിഷ്യന്റ് ആയി കിടക്കുന്ന ആള് എന്താ? കോമൺ ഡിഫറൻസ് ആയിരിക്കും. എന്നിന് 1 കൊടുത്താൽ അല്ലെങ്കിൽ n പൊത്തി വെച്ച് ബാക്കി എന്തുണ്ട് നോക്കിയാൽ 2 പ്ലസ് 3 5 ആയിരിക്കും ഫസ്റ്റ് ടേം. അതൊക്കെ ഇതിന്റെ കൂടെ തന്നെ പഠിക്കണം കേട്ടോ. ഇനി അതൊന്നും വേറെ ക്വസ്റ്റ്യൻ ആക്കാൻ നിൽക്കണ്ട, ഇതിന്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചു പോയിക്കോ. 2n പ്ലസ് 3. അപ്പൊ നമ്മൾ ബി ക്വസ്റ്റ്യൻ ഫിനിഷ് ചെയ്തു. സിയിലേക്ക് ഒന്ന് പോയി നോക്കാം. സി നോക്കിക്കോ. ആദ്യത്തെ n പദങ്ങളുടെ തുക എത്ര? n ടേമിന്റെ സമ്മ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ നിങ്ങളോട് കാണാൻ പറഞ്ഞത് 20 ടേമിന്റെ സമ്മാണ്. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് കാണാൻ പറയുന്നത് n ടേമിന്റെ സമ്മാണ്. അപ്പൊ നിങ്ങൾ സമ്മിന്റെ ഇക്വേഷൻ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ Sn is equal n/2 into x1 plus xn. ഇങ്ങനെയല്ലേ ഇക്വേഷൻ കൊടുക്കുക. ഈ ഇക്വേഷനിൽ മക്കളെ നോക്കണേ, ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഷോർട്ട് കട്ട് ആയിട്ട് നേരെ ചെയ്യാൻ പറ്റും. എന്നാലൊന്ന് പറയുകയാണെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു നോക്കുകയാണ്. ഫസ്റ്റ് ടേമിന് പകരം 5, എന്നിന് പകരം n തന്നെ, എന്നിന് പകരം n തന്നെ, കാരണം n ടേമിന്റെ സമ്മാണ് കാണാൻ പറഞ്ഞത്. ഇനി xn കണ്ടോ, അവസാനത്തെ ആള് ഇവിടെ എത്രയാന്ന് അറിയില്ല. നേരത്തെ 20 ടേമിന്റെ സം ആയതുകൊണ്ട് 20ാമത്തെ ആളായിരുന്നു അവസാനത്തെ ആള്. ഇവിടെ അവസാനത്തെ ആള് എത്രയാന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ജനറൽ ഫോം ഇല്ലടാ, ജനറൽ ഫോം, അതാണ് അവസാനത്തെ ആൾക്ക് പകരം കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്ത് നിങ്ങൾ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. പക്ഷെ നിങ്ങൾ അങ്ങനെ വേണമെന്നില്ല. നിങ്ങൾ ഇത് ഷോർട്ട് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചു വെച്ചോ, ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സമ്മിന്റെ ജനറൽ ഫോം അല്ലെങ്കിൽ n ടേമിന്റെ സം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട പരിപാടി എന്താ ചെയ്യേണ്ടത്? ഒരു n² എഴുതി വെക്കുക, ഒരു n എഴുതി വെക്കുക, ഒരു n² എഴുതി വെക്കുക, ഒരു n എഴുതി വെക്കുക. എന്നിട്ട് n² കൂടെ എന്ത് എഴുതണം? n² കൂടെ എഴുതേണ്ടത് കോമൺ ഡിഫറൻസിന്റെ പകുതി ആയിരിക്കണം, പൊതുവ്യത്യാസത്തിന്റെ പകുതി ആയിരിക്കണം n² കൂടെ എഴുതേണ്ടത്. അപ്പൊ നമ്മുടെ കോമൺ ഡിഫറൻസ് 2 ആണ്, 2ന്റെ പകുതി 1 ആണ്. അപ്പൊ ഇത് ഒരു n² ആണ്, ഒരു n². ഇനി n-ന്റെ കൂടെ നിങ്ങൾ എന്ത് എഴുതുക? n-ന്റെ കൂടെ എഴുതേണ്ടത് എന്താ? ഫസ്റ്റ് ടേമിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ 1 ഇല്ലടാ, കോമൺ ഡിഫറൻസിന്റെ പകുതിയാക്കി കിട്ടിയ 1 ഇല്ലേ, ആ 1-നെ ഫസ്റ്റ് ടേം അങ്ങോട്ട് കുറയ്ക്കുക. ഇപ്പൊ ഫസ്റ്റ് ടേം 5, അതിൽ നിന്ന് 1 കുറച്ചാ ബാക്കി 4. ആ 4 എന്ന് പറഞ്ഞാൽ പ്ലസ് 4 അല്ലേ, 5 1 കുറച്ചാൽ പ്ലസ് 4 അല്ലേ. അപ്പൊ നമ്മൾ വിത്ത് സൈൻ എഴുതിക്കോ, പ്ലസ് 4. എന്തായി ആൻസർ? ഒരു n² എന്ന് പറഞ്ഞാൽ n² പ്ലസ് 4n. n² പ്ലസ് 4n ആയിരിക്കും n ടേമിന്റെ സമ്മ്. അപ്പൊ ഈ പരിപാടി ഓർത്ത് വെച്ചേക്കണേ. n² ഉണ്ടാവും, n ഉണ്ടാവും. n² കൂടെ ഉണ്ടാവും ആരാ? കോമൺ ഡിഫറൻസിന്റെ ഹാഫ്. ഇക്വേഷൻ ആക്കി പഠിക്കണോ? ഇക്വേഷൻ ആക്കി പഠിച്ച n² കൂടെ ഉണ്ടാവുക കോമൺ ഡിഫറൻസിന്റെ ഹാഫ്, d/2 n² ആണ് ഉണ്ടാവുക. ഇനി എന്താ വേണ്ടത്? n-ന്റെ കൂടെ എന്താ ഉണ്ടാവുക? ഫസ്റ്റ് ടേം മൈനസ് ഇയാളാരാ? d/2
മക്കളെ ഇക്വേഷൻ കാണുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. ഇത് ചെയ്യാനായിരിക്കും ഇക്വേഷൻ എഴുതുന്നതിനേക്കാൾ എളുപ്പം അത് ആൻസർ ചെയ്യാനായിരിക്കും കേട്ടോ. അപ്പൊ ഇക്വേഷൻ വേണമെന്നുള്ളവർ വേണമെങ്കിൽ ഇങ്ങനെ പഠിച്ചു വെച്ചോ, അല്ലാത്ത ഓർത്ത് വെച്ചാൽ മതി. n സ്ക്വയർ ഉണ്ടാവും, n ഉണ്ടാവും. n സ്ക്വയറിന്റെ കൂടെ d/2 കോമൺ ഡിഫറൻസിന്റെ പകുതി, പൊതുവ്യത്യാസത്തിന്റെ പകുതി. അപ്പുറത്തോ ആദ്യ പദം മൈനസ് ആ ആൻസർ എന്താണോ കിട്ടിയത് ആ ആൻസർ ഫസ്റ്റ് ടേം അങ്ങ് കുറച്ചാൽ മതി. അതായിരിക്കും n-ന്റെ കൂടെ ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ ആൻസർ n സ്ക്വയർ പ്ലസ് 4n കിട്ടി. n സ്ക്വയർ പ്ലസ് 4n. ഇനി നിങ്ങൾ ഇതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. അപ്പൊ നമ്മൾ എയും ബിയും സിയും ചെയ്ത് കഴിഞ്ഞ് ഡി ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ്. ഇതിന്റെ ഉള്ളിൽ ഒരു പ്രൂവ് ദാറ്റ് the sum of any terms of this sequence starting from the first added to 4 gives a perfect square. ഈ n ടേമിന്റെ സമ്മിലടാ ഫസ്റ്റിലത്തെ ഇത്ര ടേമിന്റെ സമ്മ്, അതാണ് നമ്മുടെ n ടേമിന്റെ സമ്മ്. ആ സമ്മിനോട് ഒരു 4 കൂട്ടിയാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നു. എന്താ കൂട്ടുന്നത് നോക്കാം, മനസ്സിൽ നോക്കേ. ആദ്യത്തെ കുറെ പദങ്ങളുടെ തുകയുടെ കൂടെ 4 കൂട്ടിയാൽ എന്ത് കിട്ടും? 4 കൂട്ടിയാൽ ഒരു പൂർണ്ണ വർഗം കിട്ടുമെന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയാണ്. അപ്പൊ നിങ്ങൾ ഇതിനോട് 4 കൂട്ടിയാൽ നോക്കണേ, എന്തിനോടാ കൂട്ടണ്ടേ? ഈ n സ്ക്വയർ പ്ലസ് 4n ആണ് നമുക്കിപ്പോ കിട്ടിയ n ടേമിന്റെ സമ്മ്. അതിനോടൊരു 4 കൂട്ടി നോക്കാം, പ്ലസ് 4. ഇങ്ങനെ കൂട്ടിയാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നതാണ് പ്രൂവ് ചെയ്യാൻ പറയുന്നത്. ഈക്വൽ. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആയോ? എടാ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ആ n-ന് പകരം ഒന്ന് x എന്ന് എഴുതി നോക്ക്. അപ്പൊ അത് x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4. ഇപ്പൊ ഒന്ന് ശരിക്കും നോക്കിക്കേ, സംഭവം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാ. നോക്ക്. എക്സിന്റെ കൂടെ എത്രയാ? എക്സിന്റെ കൂടെ 4. 4ന്റെ പകുതി എത്രയാ? 2. 2ന്റെ സ്ക്വയർ 4. മക്കളെ സ്ക്വയർ കംപ്ലീഷൻ, വർഗ തികവ്. എക്സിന്റെ കൂടെയുള്ള നമ്പറിന്റെ പകുതിയുടെ സ്ക്വയർ ആണ് ഇവിടെ കൂട്ടി വെച്ച 4. അപ്പൊ ഇതാരാണ്? ഇത് ഈക്വൽ x+2 ഹോൾ സ്ക്വയർ ആണ്. x+2 ഹോൾ സ്ക്വയർ. ഇനി n-ൽ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ n+2 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. അപ്പൊ കാര്യം മനസ്സിലായി, ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ആരുടെ സ്ക്വയറാ? n+2 എന്ന് പറയുന്ന ആളുടെ സ്ക്വയർ ആണ് ഈ n സ്ക്വയർ പ്ലസ് 4n+4. അപ്പൊ നമുക്ക് പ്രൂഫ് കിട്ടി, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. therefore ഇറ്റ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇതൊരു പൂർണ്ണവർഗമാണ്. ഈ ഒരൊറ്റ സ്റ്റെപ്പ് എഴുതി വെച്ചാൽ മതി, ഇതൊരു പൂർണ്ണവർഗമാണ്. കാരണം എന്താ? അവിടെ സ്ക്വയർ കംപ്ലീഷൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി n+2ന്റെ സ്ക്വയർ ആണ് ഇന്നാള്. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9. അപ്പൊ ഈ 4ഉം 9ഉം 16, 25 ഒക്കെ അല്ലേ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അതേപോലെ n+2ന്റെ സ്ക്വയർ ആയതുകൊണ്ട് ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ അതിന്റെ ഡി ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യേണ്ടത്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾ കുടുങ്ങി പോകരുത് കേട്ടോ. ഇനി ഒന്നുമില്ലെങ്കിൽ അവരെന്താ ചോദിച്ചത് അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക, അപ്പം തന്നെ ആൻസർ കിട്ടിക്കോളും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ കിട്ടിയില്ലെങ്കിലും അതൊന്ന് എഴുതി നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. n-ന്റെ കൂടെ 4, 4ന്റെ പകുതി 2, 2ന്റെ സ്ക്വയർ 4. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ നോക്കല്ലോ. നിങ്ങൾ ഇപ്പൊ ഇത് കണ്ട സ്ഥിതിക്ക് നിങ്ങൾ എന്തായാലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അറിയാതെ നിങ്ങളെ മൈൻഡ് അങ്ങനെ ചെയ്തു പോകും. അപ്പൊ മക്കളെ ഒക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്തേക്ക് പോകണ്ടേ? നമ്മൾ പിടിച്ചോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമ്മിന്റെ അടുത്ത ക്വസ്റ്റ്യൻ. സമ്മും ടേംസും വരുന്ന ക്വസ്റ്റ്യൻസിലേക്ക് പോവാണേ. പദങ്ങളും വരും, തുകയും വരും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ്. മോഡൽ എക്സാമിന് ആ ക്വസ്റ്റ്യൻ ചോദിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പബ്ലിക് എക്സാമിലേക്ക് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതാ? ഇത്ര ടേമിന്റെ സമ്മ് ഇന്നതാന്ന് പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യനിലെ പെയേഴ്സ് ആക്കി ചെയ്യുന്ന ക്വസ്റ്റ്യനിലെ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലമോണം അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണേ. The sum of first 5 terms of an arithmetic sequence is 65. ആദ്യത്തെ എത്ര എണ്ണത്തിന്റെ? 5 ടേമിന്റെ സമ്മ്. 5 ടേമിന്റെ സമ്മ് ആലോചിച്ചോ 5 ടേം, 5 ഓഡ് നമ്പർ. അപ്പൊ 5 ഓഡ് നമ്പർ ആണെങ്കിൽ അതിന്റെ മിഡ് ടേം ആരായിരിക്കും? ഒരു 1 കൂട്ടി പകുതിയാക്കിയാൽ 6ന്റെ പകുതി 3. നോക്കടാ, ക്വസ്റ്റ്യൻ നോക്ക്, 3 ഉണ്ടോ നോക്ക്. ഇല്ലേ? ഫൈൻഡ് ദ തേർഡ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത നോക്കണേ, എത്രയാ? 11 ടേമിന്റെ സമ്മ് 275. 11 വീണ്ടും ഓഡ് നമ്പർ, ഒറ്റ സംഖ്യയിൽ തുക ചോദിക്കുന്നു. 11 എണ്ണത്തിന്റെ സമ്മ് എന്ന് ചോദിക്കുന്നു. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. 11 ഒറ്റ സംഖ്യ, 1 കൂട്ടിയ 12, 12ന്റെ പകുതി 6. ക്വസ്റ്റ്യൻ നോക്കിക്കോ, 6ാമത്തെ ടേം കാണാൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ ചിന്തിക്കടാ, 15 ടേമിന്റെ സമ്മ് എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ രീതിയിൽ മിഡ് ടേം പരിപാടി അവർ എങ്ങോട്ടാ കണക്ട് ചെയ്യുക? 8ാമത്തെ ടേം ഏതാണെന്നായിരിക്കും ക്വസ്റ്റ്യൻ. കാരണം എന്താ? 15 ഓഡ് നമ്പർ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ കണ്ടുപിടിച്ചൂടെ? നടുവിലെ 8 അല്ലേ വരിക. ആ ഒരു ട്രാക്ക് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ എന്താണെന്ന് ക്ലിയർ ചെയ്ത് വെച്ചോ, പിന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇനി ഇതെങ്ങനെയാ ചെയ്യേണ്ടത്? 3ാമത്തെ ടേം കാണാൻ 5 ടേമിന്റെ സമ്മ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ തേർഡ് ടേം എന്ന് പറയുന്നത് നമ്മുടെ മിഡ് ടേം ആണ്. അപ്പൊ നമ്മൾ തേർഡ് ടേം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? ആ 65 എന്ന് പറയുന്ന സമ്മില്ലേ, അതിനെ എത്ര എണ്ണം ഉണ്ട്? 5 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. സമ്മും ആ നമ്പറും കൂടെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. തുകയും എണ്ണം കൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് മിഡ് ടേം കിട്ടും. അപ്പൊ 65/5 നമ്മുടെ ആൻസർ ഉണ്ടാവും. എത്രയാണ് 65/5? 1 5. ബാക്കിയോ 13 ഉണ്ടാവില്ലേ? 3 5 15. ഇങ്ങനെ വരും.
13 ആയിരിക്കും നമുക്ക് ആൻസർ വരും കേട്ടോ. 13 ആൻസർ കിട്ടിയേ. നെക്സ്റ്റ് രണ്ടാമത്തെ അല്ല, അതിന്റെ കൂടെ തന്നെ എക്സ് 6 ചോദിച്ചിട്ടുണ്ട്. 6 ചോദിച്ചാൽ 6 ആണ്. 6 ആരുടെ മിഡ്-ടേമാ? 11 എണ്ണത്തിന്റെ മിഡ്-ടേമാ. അതിൽ 11 എണ്ണത്തിന്റെ സമ്മ് 275 ആണ്. അപ്പൊ നിങ്ങളുടെ ആൻസർ 275 ഡിവൈഡഡ് ബൈ 11 ചെയ്താൽ മതി. ഇത്ര ടേമിന്റെ സമ്മ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അവർ തന്ന ആ ടേംസ് അതൊരു ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ, ഒറ്റയാണോ ഇരട്ടയാണോ. ഒറ്റ സംഖ്യ ആണെങ്കിൽ മിക്കവാറും അത് മിഡ് ടേം, മിക്കവാറും നല്ല മിഡ് ടേമിലേക്ക് എന്നെയായിരിക്കും കണക്ഷൻ ഉണ്ടാവുക. ഇരട്ട സംഖ്യ ആണെങ്കിൽ പെയേഴ്സ് ജോഡികളാക്കിയിട്ടായിരിക്കും പ്രോബ്ലം ചെയ്യാം. നോക്കണേ. അപ്പൊ ഇത് നമുക്കൊന്ന് നീങ്ങി നോക്കാം. ഇത് ഡിവൈഡ് ചെയ്ത് എത്രയാടാ? 275 11 കൊണ്ടല്ലേ കട്ട് ചെയ്യാ. 2 11 22, ബാക്കി 5 ഉണ്ടാവും. അപ്പൊ 55 5 തവണ അല്ലെ. അപ്പൊ 25 നിങ്ങൾക്ക് ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ ഫിനിഷ്ഡ്. അപ്പൊ മൂന്നാമത്തെ ടേമും കിട്ടി, ആറാമത്തെ ടേമും കിട്ടി. മക്കളെ മൈൻഡിൽ വെച്ചോ. ഒരു 21 ടേമിന്റെ സമ്മ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, 21 ടേമിന്റെ സമ്മ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏതായിരിക്കും അവർ ക്വസ്റ്റ്യനിൽ ചോദിക്കുക. ചുമ്മാ ചിന്തിച്ചു നോക്ക്. റെഡി? ഇനി ബി ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ പൊതുവ്യത്യാസം എത്ര, കോമൺ ഡിഫറൻസ് എത്രയാ? കോമൺ ഡിഫറൻസ് കാണാൻ ഇനി ഒരു പണിയുമില്ല. എന്താ കാരണം? തേർഡ് ടേമും നമുക്കറിയാം, 6th ടേമും നമുക്കറിയാം. 2 ടേം കയ്യിൽ കിട്ടിയാൽ കോമൺ ഡിഫറൻസ് കാണാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. 2 പദങ്ങൾ കയ്യിൽ കിട്ടിയാൽ പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം ചെയ്താൽ നമുക്ക് പൊതുവ്യത്യാസം കിട്ടും. TD ബൈ PD, ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്താൽ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ടേം ഡിഫറൻസ് 25 നിന്ന് 13 കുറയ്ക്കണം. പൊസിഷൻ ഡിഫറൻസ് 6 നിന്ന് 3 മൈനസ് ചെയ്യണം. അപ്പൊ 25 13 എത്രയാടാ? 12 വരൂലേ? 6 3 3, അപ്പൊ 12/3 ആൻസർ 4 എന്ന് കിട്ടും. 4 ആയിരിക്കും നമുക്ക് ആൻസർ വരിക. പൊതുവ്യത്യാസം 4. അത് നിങ്ങൾ പഠിച്ചു വെക്കണേ. ഇതിന്റെ ഉള്ളിലൊക്കെ കുറെ സബ് കിട്ടുന്നുണ്ട്. ഇതിപ്പോ മുഴുവൻ ചാപ്റ്ററിന്റെ റിവിഷൻ തന്നെയായി കിട്ടും. കാരണം എന്താ, ഇതിന്റെ ഉള്ളിൽ കോമൺ ഡിഫറൻസ് കാണാൻ, ജനറൽ ഫോം കാണാൻ, ഇതാ ഇപ്പം ചെയ്ത പോലെ എന്താ ചെയ്ത് പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക. ആദ്യ പദം, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ആദ്യ പദം നമ്മളെ ഫസ്റ്റ് ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ഇതിന്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. അടുത്തത് ഇതാ ശ്രേണിയുടെ ബീജഗണിത രൂപം. നിങ്ങളൊന്ന് ചിന്തിച്ചു പറ. ഫസ്റ്റ് ടേം, ഇവിടുത്തെ ഫസ്റ്റ് ടേം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഫസ്റ്റ് ടേം. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എന്തൊക്കെ ഉണ്ട് എന്നൊന്ന് ചിന്തിച്ചാൽ കാര്യം മനസ്സിലാവും. 2 ടേമും കോമൺ ഡിഫറൻസും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് വേണ്ടതോ ഫസ്റ്റ് ടേം. നിങ്ങൾ എന്താ ചെയ്യുക? എടാ, ഒരു ടേമും കോമൺ ഡിഫറൻസും മതി, ഒരൊറ്റ പദവും പൊതുവ്യത്യാസവും കിട്ടിയാൽ മതി, നമുക്ക് ഏത് വേണേലും കണ്ടുപിടിക്കാം. ആ നമ്മളോടാണ് 2 ടേമും കോമൺ ഡിഫറൻസും ആയിട്ട് ഇരിക്കുന്ന നമ്മളോടാണ് ഏത് ചോദിച്ചേ? ഫസ്റ്റ് ടേം ചോദിച്ചേ. എന്താണോ അവർ ചോദിക്കുന്നത് അത് ആദ്യം എഴുതി വെക്കുക. x1 ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ 3 ഉണ്ട് 6 ഉണ്ട്. എളുപ്പത്തിൽ നമുക്ക് 3 എടുക്കാം. 3 സെലക്ട് ചെയ്തു. 3നെ നമുക്ക് എവിടെ എത്തിക്കണം മക്കളെ? 3ൽ നിന്ന് 1ലേക്ക് എത്തണം. അപ്പൊ നമ്മൾ പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ് ചെയ്യും. എത്ര തവണ? 2 ടൈംസ് കോമൺ ഡിഫറൻസ്. അപ്പൊ തേർഡ് ടേമിൽ നിന്ന് 2 തവണ കോമൺ ഡിഫറൻസ് കുറച്ചാൽ നമുക്ക് ഒന്നാമത്തെ ടേമിലേക്ക് പോകാം. തേർഡ് ടേം എത്രയാ കിട്ടിയേ? തേർഡ് ടേം 13 അല്ലെ. അപ്പൊ 13 മൈനസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ് 4. അപ്പൊ അത് 13 മൈനസ് 8 എല്ലാം കൂടെ എത്ര വരും? 5 വരും അല്ലെ. 5 ആയിരിക്കും ആൻസർ വരും കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം 5 ആണെന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? കോമൺ ഡിഫറൻസ് 4 കിട്ടി. ഇനി ആ സീക്വൻസ് എഴുതിയാൽ 5 9 13 ഇങ്ങനെയായിരിക്കും ആ സീക്വൻസ് കേട്ടോ. ചോദിച്ചിട്ടില്ല, വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കാം അല്ലെ. അങ്ങനെ നിങ്ങളോട് വേണമെങ്കിൽ റൈറ്റ് ദ സീക്വൻസ് എന്നൊക്കെ പറയാം. സീക്വൻസ് ഒക്കെ പറഞ്ഞാൽ ഒരു 3 എണ്ണം എഴുതി ബാക്കി എക്സെട്രാ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. പേജ് നിറയ്ക്കാൻ നിൽക്കരുതേ. മാക്സിമം ഒരു 4, അതിന്റെ മുകളിലേക്ക് ഒന്നും എഴുതണ്ട. 3 4 എണ്ണം എഴുതി ബാക്കി കോമട്ട് എക്സെട്രാ എഴുതി വെക്കുക കേട്ടോ. റെഡി? എടാ ക്ലിയർ ആവുന്നില്ലേ? പോട്ടെ, മുന്നോട്ട് പോട്ടെ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. അടുത്തത് ജനറൽ ഫോം. അത് എല്ലാവർക്കും ചെയ്യാൻ അറിയില്ലേ. അടുത്തത് ബീജഗണിത രൂപമാണ് ചോദിച്ചത്. ജനറൽ ഫോം xn is equal dn plus f minus d. ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം. ഫസ്റ്റ് ടേം നമ്മുടെ കയ്യിലുണ്ട്, കോമൺ ഡിഫറൻസ് നമ്മുടെ കയ്യിലുണ്ട്. നേരെ കൊടുത്താൽ പോരെ. d എത്രയാ? 4. അപ്പൊ 4n പ്ലസ് ഫസ്റ്റ് ടേം 5. അപ്പൊ 5 ന്ന് 4 കുറച്ചാൽ 1. 4n പ്ലസ് 1 കിട്ടും. ചെയ്തത് ശരിയാണോ എന്ന് ഇപ്പം തന്നെ ചെക്ക് ചെയ്താൽ അതൊരു ക്വസ്റ്റ്യൻ ആയി കിട്ടും. എന്നിന്റെ കൂടെയുള്ള 4 അല്ലേ കോമൺ ഡിഫറൻസ്? യെസ്. n പൊത്തി വെച്ചാൽ 4 + 1 5. അതല്ലേ ഫസ്റ്റ് ടേം? അത് തന്നെയാണ് സാറേ ഫസ്റ്റ് ടേം. ഓക്കെ ആണേ. അപ്പൊ നിങ്ങൾക്ക് ഇതന്നെ കൂളായിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ എന്താ നോക്കേണ്ടത്? എത്ര ടേമിന്റെ സമ്മ്? 11 എണ്ണത്തിന്റെ സമ്മ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, 11 എണ്ണത്തിന്റെ സമ്മ് 11 ഒറ്റ സംഖ്യയാണ്. അപ്പൊ അതിന്റെ നടുവിൽ 6 ഉണ്ട്. ആ 6 ആയിരിക്കും മിക്കവാറും അവർ ചോദിക്കുക. 6 ആരാണ്? നമുക്ക് മിഡ് ടേം ആണ്. ഡയറക്റ്റ് ആയിട്ട് മിഡ് ടേം തരാൻ ചാൻസ് കുറവാണ്. ഇങ്ങനെ നിങ്ങളെ പറ്റിക്കാൻ നോക്കൂട്ടോ. കുടുങ്ങണ്ടേ, ചെയ്തു പഠിക്കാം. എന്നാ അടുത്തത് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. പണിമാറി. 10 ടേം, 10 ടേം ഈവൻ നമ്പർ പെയേഴ്സ്. മൈൻഡിലേക്ക് ഒക്കെ കണക്കാക്കി വെച്ചോ. ഇവിടെ മിഡ് ടേം പരിപാടിയായിട്ട് ഇറങ്ങണ്ട. 10 എണ്ണം ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യണം? പെയേഴ്സ് ആക്കി ചെയ്യണം, ജോഡികളാക്കി ചെയ്യണം. നമുക്ക് നോക്കാം. 10
10 എണ്ണം ഉണ്ട്. അതിന്റെ സം എത്രയാ? 400. എടാ ഈ 10 എണ്ണത്തിന് നിങ്ങൾക്ക് എത്ര പേഴ്സ് ആക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്ക്. 10 എണ്ണത്തിന് എത്ര ജോഡിയാക്കാം? 5 ജോഡിയല്ലേ? എടാ 5 ജോഡിയല്ലേ? ഒന്ന് ആലോചിച്ചോ. x1ഉം x10ഉം കൂടെ ഒരു പേർ, ഒന്നാമത്തതും 10ാമത്തതും കൂടെ എടുത്താൽ ഒരു ജോഡി, രണ്ടാമത്തതും 9ാമത്തതും കൂടെ എടുത്താൽ അടുത്ത ജോഡി. നെക്സ്റ്റ് ഏതായിരിക്കും വരിക? x3ഉം x8ഉം കൂടെ മൂന്നാമത്തെ ആള്, x4ന്റെ കൂടെ x7 എടുത്താൽ നാലാമത്തെ ആള്, ഒരു ജോഡിയും കൂടെ ബാക്കിയുണ്ട് x5ന്റെ കൂടെ x6 എടുത്താൽ. റെഡി? ഇനി അടുത്തത് മുതൽ ഇത് റിപ്പീറ്റ് അടിച്ച് വരും കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം അറിയാം 10 എണ്ണല്ലേ ഉണ്ടാവുക. സോറി, 10 എണ്ണം കൊണ്ട് 5 എണ്ണല്ലേ ഉണ്ടാവുക. 10 ആൾക്കാരുള്ളത് കൊണ്ട് 5 ജോഡി ഉണ്ടാവും. ഇതായിരിക്കും ആ 5 ജോഡി. ഇനി അവരുടെ ക്വസ്റ്റ്യൻ ഓരോന്നോരോന്ന് നോക്കിക്കോ, നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകാൻ സിമ്പിൾ ആയിരിക്കും. 3ാം പദം 30 ആയാൽ 8ാം പദം എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. തേർഡ് ടേം 30 ആയാൽ 8th ടേം എത്രയെന്ന്. മക്കളെ ഈ 5 ജോഡിയും കൂടെ കൂട്ടിയാൽ 400 ആണ്. 10 പദം എല്ലാം കൂടെ 10 എണ്ണം കൂടെ കൂട്ടിയാൽ 400 അല്ലേ? അപ്പൊ ഈ 5 ജോഡിയും കൂടെ 400 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ജോഡി എത്ര ഉണ്ട് എന്ന് നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? ഓരോന്ന് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇതിന്റെ ആൻസർ ചെയ്യാൻ ഇവിടുന്ന് തുടങ്ങിയാൽ മതി കേട്ടോ. അവിടുന്ന് തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ലേ. അവർ തന്ന 400നെ എത്ര എണ്ണ ഉള്ളത്? 5 ജോഡിയാണുള്ളത്. അപ്പൊ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 പേയേഴ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യരുതേ. 10 ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ 5 പേയേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 8 5 40. അപ്പൊ എല്ലാം കൂടെ 80 കിട്ടൂലേ? റെഡി? ഇത് 400 5 കട്ട് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് ആൻസർ 80 എന്ന് കിട്ടും. ഈ 80 ഈ 80 എന്താ? നിങ്ങൾക്ക് ഇവിടെ 5 ജോഡി കിട്ടിയില്ലേ? ആ ഓരോ ജോഡിയും 80 80 80 എന്നായിരിക്കും. ഈ ഭാഗം, ഈ പേജ് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ചെയ്യുന്ന കേട്ടോ. കാര്യം മനസ്സിലായി നിങ്ങൾക്ക് നേരെ എഴുതി വെക്കാൻ മതി. ഇതാ ഇങ്ങനെ അങ്ങ് ഡിവൈഡ് ചെയ്യുക. 400/5 80. എന്നിട്ട് അവർ ചോദിച്ച ചോദ്യത്തിലേക്ക് നിങ്ങൾക്ക് പോവാം. ഓരോ ജോഡിയും 80 ഉണ്ട് എന്ന് മൈൻഡിൽ വെക്കുക. എന്നിട്ട് അവർ ചോദിച്ചത് ഏതാ? അവർ ചോദിച്ചത് 3ാമത്തെ ആളെ അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ട് 8ാമത്തെ ആളെ ചോദിച്ചു. എങ്ങനെ മനസ്സിലായി? 3ാമത്തെ തന്നിട്ട് അവരെന്തിന് 8 ചോദിച്ചേ? നിങ്ങളെ ജോഡിയിലേക്ക് ഒന്ന് നോക്ക്. 3ാമത്തെ ആളെ കൂടെ ആരാ ഉള്ളത്? 8 അല്ലേ ഉള്ളത്? ഇതാണ് അവരുടെ കണക്ഷൻ. ഇനി അതല്ലെങ്കിൽ അവർ 2ാമത്തെ ആണെങ്കിൽ 9 ആയിരിക്കും ചോദിക്കുക. ഈ രീതിയിൽ കണക്ട് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. അത് ആദ്യം മൈൻഡിൽ വെച്ചോ. അപ്പൊ 3ാമത്തതും 8ാമത്തതും കൂടെ ഉള്ള ഈ സെറ്റാണ് നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ പോയാൽ x3 പ്ലസ് x8 ചെയ്താൽ 80 ആണെന്ന് നമുക്കറിയാം. അതിൽ x3 ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നു 30 ആണ്. സിമ്പിൾ അല്ലേ? x3 30 ആണ്. അപ്പൊ 30 പ്ലസ് x8ഉം കൂടെ ചേർന്നാൽ 80 ആണ്. ഇനി 8ാമത്തെ എത്രയെന്നല്ലേ ക്വസ്റ്റ്യൻ? 8ാമത്തെ എത്രയാ? ആ 30 എടുത്ത് അപ്പുറത്തേക്ക് ഇട്ടാ പോരെ? 80ൽ നിന്ന് 30 കുറയ്ക്ക്. 80 മൈനസ് 30 ആൻസർ 50 എന്ന് കിട്ടും കേട്ടോ. എത്ര ആൻസർ കിട്ടുക? 50 ആയിരിക്കും നമുക്ക് അവിടെ ആൻസർ കിട്ടുക. 50. അപ്പൊ ഈ പേജ് എന്തിനു തന്നതാ? ഇത് നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. ഇങ്ങനെ കറക്റ്റ് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഒന്ന് വെറുതെ ചിന്തിച്ച് നോക്ക്. 20 ആൾക്കാരുണ്ട്. 20 ആൾക്കാർ, 20 ടേം ഉണ്ട്. എത്ര ജോഡിയാക്കാം? 10 ജോഡിയാക്കാൻ പറ്റും. ഏതൊക്കെയായിരിക്കും 10 എണ്ണം? 1ഉം 20ഉം, 2ഉം 19ഉം, 3ഉം 18ഉം. ബാക്കി അങ്ങനെ കണക്ട് ചെയ്ത് എടുത്തൂടെ? അവസാനം 10ഉം 11ഉം വരൂലേ? അങ്ങനെ മനസ്സിലാക്കി കൊണ്ടുപോണേ. ആ ഓരോ ജോഡിയുടെയും ആൻസർ സെയിം ആയിരിക്കും. എന്തുകൊണ്ട് സെയിം ആയി? നമുക്കറിയാം പൊസിഷന്റെ സമ്മ് സെയിം വന്നാൽ ആൻസർ സെയിം ആയിരിക്കും. എടാ 1ഉം 10ഉം കൂടെ 11, 2ഉം 9ഉം 11, 3ഉം 8ഉം 11, 4ഉം 7ഉം 11, 5ഉം 6ഉം 11. ഇങ്ങനെ 11 11 11 എന്ന് പൊസിഷന്റെ സമ്മ് വരുന്നില്ലേ? അപ്പൊ ആൻസറും സെയിം ആയിരിക്കും. എല്ലാ ആൻസറും സെയിം ആയിരിക്കും കേട്ടോ. പൊസിഷന്റെ സമ്മ് സെയിം വന്നാൽ ടേംസിന്റെ സമ്മും സെയിം ആയിരിക്കും. സ്ഥാനങ്ങൾ കൂട്ടിയാൽ ഒരേ ആൻസർ ആണെങ്കിൽ പദങ്ങൾ കൂട്ടിയാലും ഒരേ ആൻസർ. ഇനി പൊതുവ്യത്യാസം ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടുപിടിക്കൂലേ? ഇനി കോമൺ ഡിഫറൻസ് ചോദിക്കാൻ നിങ്ങൾ കണ്ടുപിടിക്കൂലേ? ഞാൻ ചെയ്തു തരേണ്ട ആവശ്യമുണ്ടോ? കോമൺ ഡിഫറൻസ് നിങ്ങൾ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? 3ാമത്തെ ടേമും നമ്മുടെ കയ്യിലുണ്ട്. 3ാമത്തെ ടേം 30. അതേപോലെ 8ാമത്തെ ടേമും നമ്മുടെ കയ്യിലുണ്ട്. 3ാമത്തതും നമ്മുടെ കയ്യിലുണ്ട്, 8ാമത്തതും നമ്മുടെ കയ്യിലുണ്ട്. 2 ടേം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തല്ലടാ. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കൂലേ? 2 ടേം കിട്ടിയാൽ TD/PD ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസിലേക്ക് പോകാൻ പറ്റും കേട്ടോ. പൊതുവ്യത്യാസം ഡിവൈഡഡ് ബൈ, പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം. അത് കുറച്ച് നോക്കിയിട്ട് ആൻസർ ആക്കണേ. ചെയ്യണോ? പ്രവർത്തനം ചെയ്യണോ? D = 50 30 കുറച്ചാൽ 20, 8 3 കുറച്ചാൽ 5. അപ്പൊ 20/5 ആൻസർ 4 ആയിരിക്കും കേട്ടോ. കോമൺ ഡിഫറൻസ് 4. അപ്പൊ അത് മനസ്സിലാക്കുക. ഒരു ക്വസ്റ്റ്യൻ, ബാക്കിയെല്ലാം സിമ്പിൾ 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 ആയിട്ട് പോക്കോളും. അപ്പൊ ഇങ്ങനെയാണ് ഈവൻ നമ്പർ വന്നാൽ ചെയ്യേണ്ടത്. പെയേഴ്സ് ആക്കി ചെയ്യണം. ആ കാര്യം മറന്നു പോവരുത്. പെയേഴ്സ്. എന്നാ അടുത്ത് പിടിച്ചോ. അടുത്ത് 7th ടേം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 21. 21. എത്ര എണ്ണത്തിന്റെ സമ അല്ലല്ലേ? 7ാമത്തെ ടേമാ. 7ാം പദം, ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദം 21 ആണ്.
തൽക്കാലം അവിടെ നിൽക്കട്ടെ, ഏഴാമത്തെ അല്ലേ തന്നെ, അവിടെ നിൽക്കട്ടെ. 7 എണ്ണത്തിന്റെ സമ്മ് നല്ല പറഞ്ഞത് 7ാമത്തത് എന്നാണ് പറഞ്ഞത്. 6ാം പദത്തിന്റെയും 8ാം പദത്തിന്റെയും തുക എത്ര? വാട്ട് ഈസ് ദ സം ഓഫ് 6th and 8th ടേം? മക്കളെ ഞങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു പരിപാടി ഉണ്ട്. ഈ കഥ കാണുന്ന സമയത്ത് അതേപോലെ കഥയാക്കി എഴുതി വെച്ചാൽ ഒന്നും നമുക്ക് കിട്ടൂല എക്സാം ഹാളിൽ. നിങ്ങൾ എന്ത് ചെയ്യുക, ആ കഥയെ നമ്മൾ പഠിച്ച രീതിയിൽ ഒന്ന് മാറ്റുക. 6ാമത്തെ ടേം x6 പ്ലസ് അതിന്റെ കൂടെ 8ാമത്തെ ടേം x8, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്രയെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾ അതിന്റെ പൊസിഷൻ ഒന്ന് നോക്ക്. 6ഉം 8ഉം കൂടെ എത്രയാ? 14. മനസ്സിൽ വെച്ചോ, 14. ഇനി നിങ്ങൾക്ക് അവർ തന്നതൊന്ന് നോക്ക്. തന്ന ആൾ എത്രയാ? 7ാമത്തെ ആൾ 21 തന്നിട്ടുണ്ട്. x7 21. മക്കളെ 6ഉം 8ഉം 14. 7ന്റെ കൂടെ ഏത് നമ്പർ ചേർത്താലാ 14 ആവുക? 7ന്റെ കൂടെ ഏത് നമ്പർ ചേർക്കണം? ഒരു തവണയും കൂടെ 7 തന്നെയല്ലേ വേണ്ടത്? x7. അപ്പൊ 7 7ഉം 14 അല്ലേ? അതേപോലെ 6ഉം 8ഉം 14 അല്ലേ? ഇനി എന്താ ആൻസർ ചെയ്യാൻ പണിയുണ്ടോ? 7ാമത്തതും കൂടെ നമുക്ക് കൂട്ടി നോക്കാം. ഒരു 7ാമത്തത് 21 അല്ലേ? അപ്പൊ അടുത്തത് 21 അല്ലേ? 21 കൂടെ 42 ആയില്ലേ? അങ്ങനെയാണെങ്കിൽ ആൻസർ കിട്ടി. 6ഉം 8ഉം കൂടെ കൂട്ടിയാൽ എത്രയാ? 14. അപ്പൊ പൊസിഷൻ സെയിമാ. ഇവിടെ 7ഉം 7ഉം 14, ഇവിടെ 6ഉം 8ഉം 14. അങ്ങനെ പൊസിഷൻ സെയിം വന്നാൽ ഈ 42 തന്നെയായിരിക്കും ഇവിടുത്തെ ആൻസർ. ഐഡിയ മനസ്സിലായോ? പൊസിഷന്റെ സമ്മ് സെയിം വന്നാൽ ടേംസിന്റെ സമ്മ് സെയിം ആയിരിക്കും. ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആക്കി ആൻസർ ചെയ്യാട്ടോ. 6ാമത്തതും 8ാമത്തതും 7ാമത്തതും ഇതേ ക്വസ്റ്റ്യനിൽ എനിക്ക് 42 തന്നെ ആൻസർ വേണമെന്ന് വിചാരിക്കാം. ഞാൻ ഇവിടെ x3 എന്ന് എഴുതി വെച്ചു. അതിന്റെ കൂടെ ഏത് ടേം പ്ലസ് ചെയ്താൽ എനിക്ക് 42 എന്ന് തന്നെ ആൻസർ കിട്ടും. x3ന്റെ കൂടെ ഞാൻ ഏത് കൂട്ടിയാൽ ആൻസർ 42 തന്നെ കിട്ടും. ഒന്ന് ചിന്തിച്ചു നോക്ക്. 14 എന്ന് വരണം. 7 7 14, 6 8 14. ഇനി 3ന്റെ കൂടെ 14 വരണമെങ്കിൽ x11 എടുത്താൽ മതി. 11 3 14 അല്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 42 തന്നെ കിട്ടും കേട്ടോ. പൊസിഷൻ സെയിം ആണെങ്കിൽ ആൻസറും സെയിം കിട്ടിക്കോളും. അപ്പൊ ആ കാര്യമാണ് അവിടെ നോക്കി വെക്കേണ്ടത്. ഇനി അതില് ബി ക്വസ്റ്റ്യൻ എന്താ? 1ാം പദത്തിന്റെയും 13ാം പദത്തിന്റെയും തുക എത്ര? സെയിം പരിപാടി. 1ാമത്തതും 13ാമത്തതും 1 + 13. 1ാമത്തതും 13 കൂട്ടടാ. 1ഉം 13 പിന്നെയും 14. പറ്റിക്കാൻ നോക്കുക. 1 13 വീണ്ടും 14. പൊസിഷൻ 14. നേരത്തെ ഒക്കെ കിട്ടിയ പൊസിഷനും 14. അപ്പൊ ആൻസർ എത്രയാ? ആൻസർ പിന്നെയും 42 തന്നെ വരും. നോ ചേഞ്ച്. ആ ആൻസർ തന്നെ ഒന്നുകൂടെ വരും. അത്രയും അവിടെ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ കേട്ടോ. റെഡി അല്ലടാ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പൊസിഷനും സമ്മും പണിയാവോ? ടേംസ് സമ്മ് ബുദ്ധിമുട്ടാവോ? പദങ്ങൾ, തുക ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ 3 രീതിയിലും പഠിച്ചു വെക്കുക. ഓഡ് നമ്പർ വന്നാൽ, ഈവൻ നമ്പർ വന്നാൽ, ഇനി അതല്ലെങ്കിൽ പൊസിഷന്റെ സമ്മ് സെയിം ആണെങ്കിൽ ടേംസിന്റെ സമ്മ് സെയിം ആണെന്നുള്ള രീതിയിലും കൂടെ നോക്കി വെക്കണം. ആ ക്വസ്റ്റ്യനും ചെയ്യണേ. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതും സമ്മിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഈ പാറ്റേൺ ക്വസ്റ്റ്യനിലും സമ്മ് വരും. അപ്പൊ ഇതും സമ്മ് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് നോക്കാം. റൈറ്റ് നെക്സ്റ്റ് 2 ലൈൻസ് ഓഫ് ദ സീക്വൻസ്. അതെല്ലാവർക്കും എഴുതാൻ പറ്റും. ഇതിന്റെ ബാക്കി 2 വരി എഴുതാൻ പറഞ്ഞാൽ 7 8 9 10. അടുത്ത എത്രയാ? 11 12 13 14 15. 5ാമത്തെ വരിയിൽ 5 ആളുണ്ടാവും അല്ലെ? നെക്സ്റ്റ് അടുത്ത വരിയോ? 16 17 18 19 20 21. റെഡി? അതെല്ലാവർക്കും സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ. എ ക്വസ്റ്റ്യൻ സിമ്പിൾ. നെക്സ്റ്റ്, ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഇൻ ദ 10th ലൈൻ? 10ാമത്തെ വരിയിൽ എത്ര നമ്പർ ഉണ്ടാവും? അതിനിപ്പോ എന്താ കുഴപ്പം? 1ാമത്തെ വരിയിൽ 1, 2ാമത്തെ വരിയിൽ 2, 3ാമത്തെ വരിയിൽ 3, 4ാമത്തെ വരിയിൽ 4. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയാൽ 10ാമത്തെ വരിയിൽ 10 എണ്ണം ഉണ്ടാവും. ഉറപ്പാണ്. ആ പാറ്റേൺ ഇങ്ങനെ പോയാൽ 10ാമത്തെ വരിയിൽ 10 ആൾക്കാരുണ്ടാവും. ബി ക്വസ്റ്റ്യനും അവിടെ കിട്ടി. സി നോക്കണേ. വാട്ട് ഈസ് ദ ലാസ്റ്റ് ടേം ഓഫ് ദ 10th ലൈൻ? അവിടുന്ന് അങ്ങോട്ടേക്കാണ് കഥ മാറുന്നത്. നോക്കണേ. ലാസ്റ്റ് ടേം ഓഫ് ദ 10th ലൈൻ. 10ാമത്തെ വരിയിലെ അവസാനത്തെ ആളാരാ? 1ാമത്തെ വരിയിലെ അവസാനത്തെ ആള് 1 തന്നെ, ആകെ ഒരാളേ ഉള്ളൂ. 2ാമത്തെ വരിയിലെ അവസാനത്തെ ആള് 3 ആണ്. അതിന് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കണേ. നിങ്ങൾ ഈ 2 വരിയിലും കൂടെ എത്ര ആൾക്കാരുണ്ട് നോക്ക്. 2 വരിയിലും കൂടെ എത്ര ആളുണ്ട്? ഈ 1ഉം ഈ 2ഉം കൂട്ടിയാൽ പോരെ? ഈ 1ഉം ഈ 2ഉം കൂടെ കൂട്ടിയാൽ 3 കിട്ടും. അപ്പൊ 2 വരിയിലും കൂടെ 3 ആൾക്കാരുണ്ട്. ആ 3 തന്നെ ആയിരിക്കും മക്കളെ 2ാമത്തെ വരിയിലെ അവസാനത്തെ ആള്. മനസ്സിലായോ? ഒന്നുകൂടെ കേട്ടോ. ഈ 3 വരിയിലും കൂടെ എത്ര ആൾക്കാരുണ്ട്? 1 + 2 + 3. 1 2 3 3 3 6. ആ 6 തന്നെ ആയിരിക്കും 3ാമത്തെ വരിയിലെ അവസാനത്തെ ആള്. 3ാമത്തെ വരിയിലെ അവസാനത്തെ ആള് 6 തന്നെയാ. റെഡി അല്ലേ? ഈ പരിപാടി നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ 10 വരിയിലും കൂടെ എത്ര ആൾക്കാരുണ്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ? 10 വരിയിലും കൂടെ എത്ര ആൾക്കാരുണ്ട് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ സി ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി 1 + 2 + 3 + അങ്ങനെ എവിടം വരെ പ്ലസ് ചെയ്യണം? 10 വരെ കൂട്ടേണ്ടി വരും. അങ്ങനെ നിങ്ങൾ 10 വരെ കൂട്ടാൻ നിങ്ങൾക്ക് നാച്ചുറൽ നമ്പറിന്റെ സമ്മ്, എണ്ണൽ സംഖ്യകളുടെ തുക അല്ലെ? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n × n + 1/2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഇല്ലേ? ഈ ഇക്വേഷനിൽ കൊടുത്താൽ
10 × 11/2 എന്ന് കിട്ടും. 10/2 5, 5 11 55 എന്ന് ആൻസർ കിട്ടും. നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞതനുസരിച്ച് ഈ 55 തന്നെ ആയിരിക്കും 10ാമത്തെ വരിയിലെ അവസാനത്തെ ആള്. നമുക്ക് നേരത്തെ എങ്ങനെ കിട്ടി? ആ കിട്ടുന്ന ആൻസറിലെ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ആ നമ്പർ ഇല്ലേ, ആ നമ്പർ തന്നെയാണ് ആ വരിയിലെ അവസാനത്തെ ആളായിട്ട് വരുന്നത്. എപ്പോഴാ? നാച്ചുറൽ നമ്പർ വരുമ്പം, എണ്ണൽ സംഖ്യ വരുന്ന ഇങ്ങനത്തെ രീതിയിൽ പാറ്റേൺ വന്ന ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ 55 തന്നെയാണ് നമ്മുടെ എന്ത് 10th ലൈനിലെ ലാസ്റ്റ് ടേം ഓഫ് ദ 10th ലൈൻ. 10ാമത്തെ വരിയിലെ അവസാനത്തെ ആള് ആ 55 തന്നെയാണ് മക്കളെ. നോക്കി വെച്ചോ, ഇത് ഇങ്ങനെ വന്നത് നാച്ചുറൽ നമ്പർ ആയാലാട്ടോ. ഇനി സീക്വൻസ് ഒന്ന് മാറ്റി വേറെ ഒരു സീക്വൻസ് ആണെങ്കിൽ ആ 55 ആയിരിക്കില്ല ആൻസർ വരിക. 55 പദങ്ങളുടെ എണ്ണം മാത്രമായി പോകും. ആ 55ാമത്തെ ആളെ നമ്മൾ വേറെ കണ്ടുപിടിക്കേണ്ടി വരും. നമുക്ക് അതിലേക്ക് പോകണം, അതിലേക്ക് വരാം, അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ 10ാമത്തെ വരിയിലെ അവസാനത്തെ ആളെ കിട്ടി. അപ്പൊ 3 ക്വസ്റ്റ്യൻ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി വേണ്ടത് 10ാമത്തെ വരിയിലെ ആദ്യത്തെ ആളെ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യത്തെ ആളെ എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് പല രീതിയിൽ ഇതിന്റെ ആൻസർ എത്തിക്കാൻ പറ്റും. നമുക്ക് സിമ്പിൾ ആക്കി പറഞ്ഞു നോക്കാം. 10ാമത്തെ വരിയിൽ ആകെ എത്ര ആൾക്കാരുണ്ട്? ആകെ 10 ആൾക്കാരുണ്ട്. അതിൽ 10ാമത്തെ ആളാണ് 55. അപ്പൊ അവിടുത്തെ 1ാമത്തെ ആളല്ലേ നമുക്ക് വേണ്ടേ? അവിടുത്തെ 1ാമത്തെ ആളെ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 55ൽ നിന്ന് കുറയ്ക്കണം. എന്ത് കുറയ്ക്കണം? ആകെ 10 ആൾക്കാരല്ലേ ഉള്ളത്. അപ്പൊ 9 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറച്ചാൽ പോരെ? 55 ആണ് നമ്മുടെ അവസാനത്തെ ആള്, 10ാമത്തെ ആള്. അതിൽ നിന്ന് 9 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറച്ചാൽ നമുക്ക് അവിടുത്തെ 1ാമത്തെ ആളെ കിട്ടും. കോമൺ ഡിഫറൻസ് ഇവിടെ ഡി എത്രയാ? ഡി 1 തന്നെയല്ലേ. അപ്പൊ കുറയ്ക്കാൻ പ്രത്യേകിച്ച് ഡി ഒന്നുമില്ല. അപ്പൊ 55ൽ നിന്ന് 9 കുറച്ചാൽ നമുക്ക് ആൻസർ കിട്ടും 46 ആയിരിക്കും അവിടുത്തെ ആദ്യത്തെ ആള്. അപ്പൊ 10ാമത്തെ വരിയിൽ ആദ്യത്തെ ആള് 46 ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റൂട്ടോ. 9ാമത്തെ വരിയിൽ അവസാനത്തെ ആളെ കണ്ടുപിടിച്ചിട്ട് അതിനോട് ഒരു 1 കൂട്ടിയിട്ട് 10ാമത്തെ വരിയിൽ ആദ്യത്തെ ആളെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഇതാ ഒരു മെത്തേഡ് ഇങ്ങനെ ഓർത്ത് വെച്ചോ. സിമ്പിൾ ആണ് പരിപാടി. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഞാൻ 10 വെച്ചല്ലേ പറഞ്ഞേ, നിങ്ങൾ ഒരു 20 വെച്ചിട്ട് ഈ പ്രോബ്ലം ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയാൽ മതി. 20ാമത്തെ വരിയിലെ അവസാനത്തെ ആളാരാ? 20ാമത്തെ വരിയിലെ ആദ്യത്തെ ആളാരാ? എങ്ങനെ കണ്ടുപിടിക്കാം? 20ാമത്തെ വരിയാണെങ്കിൽ എന്താ 20 × 21/2 ചെയ്താൽ ആ ഒരു ആൻസർ കിട്ടും. അതായിരിക്കും 20ാമത്തെ വരിയിലെ അവസാനത്തെ ആള്. അതിൽ നിന്ന് ആദ്യത്തെ ആളെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ ആൻസറിൽ നിന്ന് 19 കുറയ്ക്കേണ്ടി വരും. കാരണം 20ാമത്തെ വരിയിൽ 20 ആൾക്കാരുണ്ടാവും. അപ്പൊ 19 കുറച്ചാലാണ് അവിടുത്തെ ആദ്യത്തെ ആളെ കിട്ടുക. ആ ഒരു ഐഡിയ നോക്കിയാൽ മതി കേട്ടോ. ബാക്കി ഒന്നും അതിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവില്ല. ഇനി ഇതാ ഈ സമ്മ്, അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്ക്. സമ്മ് വന്നു. സമ്മ് എന്താ? 10ാം വരിയിലെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ, 10ാമത്തെ വരിയിലെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ 10ാമത്തെ വരിയിലെ പദങ്ങളുടെ തുക നമുക്ക് കണ്ടുപിടിച്ചേക്കാം. തുക കാണാനുള്ള ഇക്വേഷൻ n/2 × x1 + xn. x1 + xn. അതിൽ n/2ലെ n 10ാമത്തെ വരിയാണ്. 10ാമത്തെ വരിയിൽ ആകെ 10 ആൾക്കാരുണ്ട് നമുക്കറിയാം. അതുകൊണ്ട് അവിടെ n പകരം 10 കൊടുത്തു. 10ാമത്തെ വരി ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കണേ. ആദ്യത്തെ 10 വരിയിലെ പദങ്ങളുടെ തുക എന്നും ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചാൽ 55 ആൾക്കാരുണ്ടാവും ആദ്യത്തെ 10 വരിയിലും കൂടെ. അതല്ല നമുക്ക് വേണ്ടത്. 10ാമത്തെ വരി മാത്രമാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അതുകൊണ്ട് അവിടെ 10 ആൾക്കാരേ ഉള്ളൂ. അപ്പൊ ഇത് 10/2 × x1 അവിടുത്തെ ആദ്യത്തെ ആള് അതല്ലേ ഈ 46. അവിടുത്തെ ആദ്യത്തെ ആള് 46 പ്ലസ് ആ 10ാമത്തെ വരിയിലെ അവസാനത്തെ ആള് അതാണ് 55. ഇതല്ലേ നമുക്ക് ചെയ്യണ്ടേ? 10/2 എന്ന് പറഞ്ഞാൽ 5. ആ 5 ഗുണിക്കണം. ഇത് എത്രയാടാ? 55ഉം 46ഉം കൂടെ കൂട്ടിക്കൂടെ? ഈ 6ഉം 5ഉം കൂടെ 11 1, ബാക്കി ഒരു 1, 5ഉം 4ഉം 9, 1 കൂടെ 10, 101 വരും. 101നെ 5 കൊണ്ട് ഗുണിച്ചാൽ 505, 505 എന്ന് നമുക്ക് ആൻസർ കിട്ടും. റെഡി? ഇതായിരിക്കും 10ാമത്തെ വരിയിലെ പദങ്ങളുടെ തുക. ഇനി നിങ്ങൾ ചെയ്തു നോക്കേണ്ടതാ, ആദ്യത്തെ 10 വരിയിലെ പദങ്ങളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? ആദ്യത്തെ 10 വരി 1 + 2 + 3 + അങ്ങനെ പോയി 10ാമത്തെ വരി തീരുമ്പോഴോ? 10ാമത്തെ വരി തീരുന്നത് എവിടെയാ? 55ലാണ് 10ാമത്തെ വരി തീരുന്നത്. ഇതിന്റെ സമ്മ് കണ്ടുപിടിച്ചാൽ മതി, ആൻസർ കിട്ടും. ഒന്നുമില്ല, 55 × 56/2 n × n+1/2 അതിൽ കൊടുത്ത ആൻസർ ആവും കേട്ടോ. ചെയ്തു നോക്കണേ. അപ്പൊ ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കണേ. ഞാൻ 10ാമത്തെ വരി മാത്രമാണ് പറഞ്ഞത്. ആദ്യത്തെ 10 വരി എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. റെഡി? ഇനി നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയ ട്വിസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? 1 2 3 4 എന്ന് പറഞ്ഞ എണ്ണൽ സംഖ്യ തന്നാൽ സിമ്പിൾ ആണ്. ആ 55 തന്നെയാണ് നമുക്ക് ആൻസർ വന്നത്. ഇതങ്ങനെയല്ല വരിക. ഇതിന്റെ ആൻസർ ചെയ്യേണ്ട പണി നോക്കണേ. ഇതില് ആദ്യത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് രണ്ടെണ്ണവും നിങ്ങൾക്ക് നേരെ ചെയ്യാവുന്നതേ ഉള്ളൂ. പാറ്റേൺ എഴുതാൻ ബാക്കി 2 വരി ഫില്ല് ചെയ്യാൻ ഒരു പണി ഉണ്ടാവില്ല. നിങ്ങൾക്ക് സിമ്പിൾ ആക്കി ചെയ്യാം. അതേപോലെ രണ്ടാമത്തേത് 10th ലൈനിൽ എത്ര ടേംസ് ഉണ്ടെന്നാ? 10ാമത്തെ വരിയിൽ 10 എണ്ണം ഉണ്ടാവും. അതും സിമ്പിൾ ആണ്. അതിനുശേഷമുള്ളത് നോക്കണം. വാട്ട് ഈസ് ദ ലാസ്റ്റ് ടേം ഓഫ് ദ 10th ലൈൻ? നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ 1ാമത്തെ വരിയിൽ ഒരാൾ, രണ്ടാമത്തെ വരിയിൽ 2 ആൾ,
മൂന്നാമത്തെ വരിയിൽ 3 ആള്, ഇങ്ങനെ പോയാൽ 10ാമത്തെ വരിയിൽ 10 ആള്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്യാന്ന് വിചാരിക്കുക. ഇവിടുത്തെ പ്രശ്നം എന്താ മനസ്സിലായിക്കോ? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് അങ്ങനെ നമ്മൾ എവിടം വരെ ചെയ്യണം? 10 വരെ പ്ലസ് ചെയ്യണം. അപ്പൊ 10 വരിയിലും കൂടെ ഇത് നിങ്ങൾ സോൾവ് ചെയ്താൽ നേരത്തോളം ചെയ്താൽ എത്ര വരിക? n ഇൻറ്റു n പ്ലസ് 1/2 ചെയ്തിട്ട് 10 ഇൻറ്റു 11/2 ചെയ്തിട്ട് 55 കിട്ടും. 55 കിട്ടും. അങ്ങനെ 55 കിട്ടിയാൽ നേരത്തെ പോലെ 55 ആണോ ലാസ്റ്റ് ടേം? അല്ല. ഇവിടെ നിന്നാണ് മിസ്റ്റേക്ക് വരാൻ പോവുക. ഇവിടെയാണ് നമുക്ക് തെറ്റിപ്പോവുക. ഈ 55 അല്ല ലാസ്റ്റ് ടേം. നേരത്തെ ക്വസ്റ്റ്യനിൽ ആ 55 തന്നെയാണ് ലാസ്റ്റ് ടേം. ഈ ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് ടേം നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ ഈ സീക്വൻസിലേക്ക് നോക്ക്. 4 7 10 ഇങ്ങനെയല്ലേ പോകുന്നത്? നേരെ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവൂലേ? എടാ അത് അരിത്തമെറ്റിക് അല്ലേ? ഇതിനൊരു ജനറൽ ഫോം ഉണ്ടാവില്ലേ? ഇതിന്റെ xn ഒന്ന് എത്രയാ നോക്ക്. ഇതിന്റെ ജനറൽ ഫോം എത്രയാ? xn dn പ്ലസ് എഫ് മൈനസ് ഡി ചെയ്താൽ മതി. dn പ്ലസ് എഫ് മൈനസ് ഡി. അപ്പൊ ഇവിടുത്തെ d എന്ന് പറഞ്ഞാൽ 3 ആണ്. 3n പ്ലസ് ഫസ്റ്റ് ടേം 4 മൈനസ് കോമൺ ഡിഫറൻസ് അഗെയിൻ 3. അപ്പൊ അത് 3n പ്ലസ് 1 ആയിരിക്കും. 3n പ്ലസ് 1. ഇതാണ് ഇവിടുത്തെ ജനറൽ ഫോം. ഈ ജനറൽ ഫോമിൽ n എന്ന് പറയുന്ന ഒരു ചങ്ങാതി ഇല്ലേ? നമുക്ക് കിട്ടിയ ജനറൽ ഫോം xn ഈസ് ഈക്വൽ 3n പ്ലസ് 1. ഈ ജനറൽ ഫോമിൽ n പകരം നിങ്ങൾ ഈ 55 കൊടുക്കണം. നേരത്തെ എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് അത് തന്നെ ആൻസർ വന്നു. ഇവിടെ നിങ്ങൾ ഈ ജനറൽ ഫോമിൽ ഈ 55 കൊണ്ട് കൊടുത്താലാണ് 55ാമത്തെ ടേം കിട്ടുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാ? 3 ഇൻറ്റു 55 പ്ലസ് 1 ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? 10ാമത്തെ വരിയിലെ അവസാനത്തെ ആൾ ആരാന്ന് മനസ്സിലാവുള്ളൂ. അയാളെ കണ്ടുപിടിക്കാൻ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യാം. 3 ഇൻറ്റു 5 3 5 15 5 ബാക്കി 1 3 5 15 1 കൂടെ 16 പ്ലസ് ഒരു 1 166 166 ആൻസർ വരും. ഈ 166 ആയിരിക്കും 10th ലൈനിലെ ലാസ്റ്റ് ടേം. ഇനി നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ 10th ലൈനിലെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണ്ടേ? 10th ലൈനിലെ ഫസ്റ്റ് ടേം എങ്ങനെയാ കണ്ടുപിടിക്കുക? അവിടുത്തെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈ കിട്ടിയ ആൻസർ ഇല്ലേ 166 എന്ന് പറയുന്ന ആൻസർ ഇല്ലേ, അത് 10ാമത്തെ ആളല്ലേ? അതിൽ നിന്നും മൈനസ് ചെയ്യണം. എന്ത് മൈനസ് ചെയ്യണം? 9 തവണ കോമൺ ഡിഫറൻസ്. നേരത്തെ പോലെ ഡി 1 അല്ല, ഡി ഇവിടെ 1 അല്ല, ഡി ഇവിടെ 3 ആണ്. അപ്പൊ നിങ്ങൾ 166 മൈനസ് 9 ഇൻറ്റു 3 ചെയ്യേണ്ടി വരും. എടാ മനസ്സിലാവുന്നില്ലേ? അപ്പൊ നാച്ചുറൽ നമ്പർ അല്ലാതെ തന്നാലും കുടുങ്ങി പോണ്ട, ഒരു ജനറൽ ഫോമും കൂടെ കൊടുക്കുക. ആ സീക്വൻസ് ഏതാ നോക്കി അതിന്റെ ഒരു ജനറൽ ഫോം കൊടുക്കുക. എന്നിട്ട് ആ 55 അവിടെ കൊണ്ടുപോയി കൊടുക്കണം n പകരം. എന്നാലേ നിങ്ങൾക്ക് ആ ടേം മനസ്സിലാവുള്ളൂ. അപ്പൊ 166 മൈനസ് 27 27 ഇത് കുറച്ചാൽ ആൻസർ വരും അല്ലേ? 16 7 കുറച്ച് 9 5 2 കുറച്ച് 3 139 139 വരും കേട്ടോ. അപ്പൊ ഇതായിരിക്കും നിങ്ങൾക്ക് അവിടുത്തെ ഫസ്റ്റ് ടേം ആയിട്ട് കിട്ടുക. സെറ്റ് ആണോ? ഇനി എന്താ ചോദിച്ചേ? ഇനി ഇതിൽ സമ്മ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. സമ്മ് കാണാൻ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ഇനി എങ്ങനെ സമ്മ് കണ്ടുപിടിക്കുക? നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തിട്ടൊന്ന് എനിക്ക് കമന്റ് ആക്കി ചെയ്തു തരുമോ? ഈ സമ്മ് കാണുന്ന ഇത്രയും ക്വസ്റ്റ്യൻസ്, സമ്മിന്റെ അടിപൊളി ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ നല്ലതാ. ആ ലാസ്റ്റിലത്തെ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്തിട്ടൊന്ന് കമന്റ് ചെയ്തു തരുമോ? എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അത് സോൾവ് ചെയ്തിട്ട് ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ കേട്ടോ. ഓക്കെ, 10ാമത്തെ വരിയിലെ പദങ്ങളുടെ തുക. 10ാമത്തെ വരിയിലെ പദങ്ങളുടെ തുക. പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എന്താ ഇക്വേഷൻ? n/2 ഇൻറ്റു x1 പ്ലസ് xn. 10ാമത്തെ വരി ആയതുകൊണ്ട് n-ന് 10 കൊടുക്കണം. x1 ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം ഏതാ? 10ാമത്തെ വരിയിലെ ഫസ്റ്റ് ടേം നമ്മൾ കണ്ടുവച്ചില്ലേ? ഇതാ. ഇനി xn ലാസ്റ്റ് ടേം, ആ വരിയിൽ അവസാനത്തെ ആളെയും നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതായിരിക്കും അവിടുത്തെ 10ാമത്തെ വരിയിലെ ടേംസിന്റെ സമ്മ്. അപ്പൊ മക്കളെ, നമ്മൾ ഇപ്പൊ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും സമ്മിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ചെയ്തു പഠിച്ചോ. ഇത് ഈ ടൈപ്പിൽ ഏതെങ്കിലും 1 2 എണ്ണം തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് കിട്ടുക. അപ്പൊ അത് ഒന്നും മിസ്സാക്കണ്ട, നല്ലതുപോലെ ചെയ്തു പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗമാണോ വേണ്ടത്, ഈ ചാപ്റ്റർ അല്ല എല്ലാ ചാപ്റ്ററിന്റെയും ഏത് ഭാഗമാണോ വേണ്ടത്, നമ്മൾ ഓൾറെഡി ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞിട്ടില്ലേ? അതിനനുസരിച്ച് നമ്മൾ കറക്റ്റ് നിങ്ങൾക്ക് വീഡിയോ തരും. അതല്ലാതെ വേറെ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ലൈവിൽ ആ ഭാഗം പ്രത്യേകം എടുത്ത് നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ക്ലാസ് എടുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒന്നും മിസ്സാക്കണ്ട, നല്ലതുപോലെ പഠിക്കുക. ഉറപ്പിച്ച് പഠിച്ചോ, നല്ലോണം പഠിച്ചോ. നിങ്ങൾക്കുള്ളതാണ് A+. എവിടെയും പോകില്ല, നിങ്ങൾക്ക് കിട്ടും A+, ഉറപ്പാ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. സൂപ്പർ ആയിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, ബൈ.